നമ്മളിന്ന് ഒരു അടിപൊളി വണ്ടി ഫിയറ്റിന്റെ ടീജറ്റ് ടെർബോ പെട്രോൾ വണ്ടി ഒരു പുലിക്കുട്ടിയായിട്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ടെസ്റ്റ് ഡ്രൈവ് അല്ല, ഒരു ഡ്രൈവ് പോകണം കേട്ടോ. പോണ വഴിക്ക് ഒന്ന് ഇറങ്ങിയതാണ്. നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നോക്കട്ടോ, എൻ്റെ ഡോർ എടുക്കുമ്പോൾ നോയ്സ് ഉണ്ടല്ലോ, അത്രക്കും സ്ട്രോങ് ആണ് വണ്ടി. ഞാനിപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഒരു 9 വർഷത്തോളമായിട്ടോ. ഫിയറ്റിന്റെ ടീജറ്റ് ആണ്, അബാർത്തിൽ വരുന്ന എഞ്ചിനാണ്. അബാർത്തിൽ വരുന്ന എഞ്ചിൻ കുറച്ച് ട്യൂൺ ചെയ്ത് BHP കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 140 BHPയോളം പവർ വരുന്നുണ്ട്. 140 145 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഹാച്ച് ബാക്കിൽ കൊടുത്ത ഇതേ സെയിം എഞ്ചിനാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി എന്ന് പറയായിരിക്കും. കാരണം വളരെ റയറായിരിക്കും, വണ്ടി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അത് എന്നാലും ടീജറ്റ് പറഞ്ഞ ടെർബോ പെട്രോളിൽ വരുന്ന ഒരു 4 സിലിണ്ടർ വണ്ടിയാണിത്. 114 BHP പവർ ആയിട്ടാ വരുന്നതെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. കറക്റ്റ് അറിയില്ല, എല്ലാവരും കമന്റ് അറിയാം. 114 121 വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 121 BHPയിൽ ടീജറ്റ് RS എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി വന്നിരുന്നു എൻ്റെ ഇടയിൽ. എന്നാലും ഞാനിത് ഒഴിവാക്കാതെ 9 വർഷത്തോളമായിട്ട് എൻ്റെ ഗാരേജിലല്ല, എൻ്റെ ഷെഡിലിട്ടതാണ്. ഇപ്പൊ ഇന്ന് ഞാനൊന്ന് വേറെ വണ്ടി എടുത്തു വരണം. അത് ബ്രേക്ക് ഡൗൺ ആയ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ വണ്ടി എടുക്കുന്നത്. ഓട്ടോമാറ്റിക് ആയതല്ലാത്ത കാരണം അല്ലാതെ എടുക്കാറില്ല. എന്നാൽ ഈ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. ഇത് ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഫിയറ്റ് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. അത് പെർഫോമൻസ്, ഇതിന്റെ പെർഫോമൻസ് ഓവർടേക്കിങ്ങിലാണ് കാണുക. പിന്നെ വളരെ കോമ്പാക്റ്റ് ആണ് വണ്ടി. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വണ്ടി കൊണ്ടെടുക്കുന്ന ഒരു സുഖത്തിൽ വണ്ടി ഉണ്ട്. ഒരു ഹാച്ച് ബാക്ക് കൊണ്ടെടുക്കുന്ന ഒരു രീതി, സിവിറ്റിന്റെ പുന്തോ കൊണ്ടെടുക്കുന്ന അതേ രീതിയിൽ ഈ സെഡാൻ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 14-15 ഹൈവേയിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ നോക്കാറുള്ളൂ. എന്നാലും 14-15-16 ചിലപ്പോൾ സമയത്തിൽ കാണിക്കാറുണ്ട്. പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആണ് വണ്ടി ഓടിക്കുമ്പോൾ. ആ ഒരു ബെൻസ് BMW ഒക്കെ ഓടിക്കുന്ന അതേ ഒരു ഫീല്. ശരിക്കും സീറ്റിംഗ് ആ ഒരു കാര്യത്തിൽ കിട്ടൂലെങ്കിലും ഇപ്പൊ കോർണറിംഗ് ആണ്. യാതൊരു കോർണറിംഗിന്റെ സമയത്ത് വണ്ടി എടുത്തിടുന്ന യാതൊരു സ്വഭാവവും ഇല്ല. എടുക്കാത്തത് കൊണ്ട് തന്നെ 1-2 ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ABSന്റെ ലൈറ്റ് കത്തി കാണുന്നുണ്ട്. പിന്നെ ബൂട്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബൂട്ടിന്റെ സെൻസറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ബൂട്ടിന്റെ ലോക്കിന്റെ സെൻസറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വല്ലാതെ ഉപയോഗിക്കാത്തത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഫിയറ്റിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇത് ആളുകൾക്ക് കൂടുതൽ അറിയാം. ഇതിന്റെ മൾട്ടിജെറ്റ് ആണ് ഉപയോഗിച്ച്, പിന്നെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മൾട്ടിജെറ്റ്. അതേപോലെ ഫയർ പെട്രോൾ എന്ന് പറയുന്നത് 1.4 വരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതൊക്കെയും കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് ചീപ്പ് റേറ്റിന് കിട്ടും നമുക്ക്. പക്ഷെ ടെർബോ പെട്രോൾ വണ്ടി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതൊരു നമ്മളൊരു പഴയ എന്താ പറയാ, ഒരു എന്തോസിയാസ്റ്റ്, ഒരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പൊ ഫിയറ്റിന്റെ S10, സച്ചിൻ ടെണ്ടുൽക്കർ സൈനിലെ S10, അതേമാതിരി GTX 1.6 പാലിയോ എന്നീ വണ്ടികളെ പോലെ തന്നെ S10 ഒന്നും ഇപ്പൊ കിട്ടാനില്ല വണ്ടി. S10 ഒക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. S10 2 വർഷത്തോളം ഉപയോഗിച്ചാണ്. അപ്പൊ ആ ഒരു S10 ഒക്കെ വണ്ടി ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഒരു BMW X3 ഉപയോഗിക്കുന്ന അതേ ഫീൽ കിട്ടും. ആ ഒരു X7 ഒക്കെ ഉപയോഗിക്കുന്ന, X3 അല്ല X7 ഓടിക്കുന്ന മാതിരിയാണ് ശരിക്കും S10 ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുക. S10 GTX 1.6 100 BHPയിൽ വരുന്ന വണ്ടി ആ ഫീല് കിട്ടുമെന്ന് പറയാനുള്ള കാരണം എനിക്ക് ഓൾറെഡി BMW ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന്റെ സീറ്റിംഗ് മാത്രമേ BMW ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു ഹഗ് ചെയ്യുന്ന സീറ്റ്, BMWന്റെ സീറ്റ് ഹഗ് ചെയ്ത് നമ്മൾ പിടിക്കുന്ന മാതിരിയാണല്ലോ. ആ ഒരു സീറ്റിംഗ് ഭയങ്കര കംഫർട്ട് ആണല്ലോ BMന്റെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പെർഫോമൻസ്, ആ ഒരു ഡ്രൈവിംഗ് സുഖങ്ങളൊക്കെ ഏകദേശം ഒരു കമ്പാരിറ്റീവ്ലി എനിക്ക് ആ ഒരു പ്രഷർ തീർന്നുണ്ട് ഈ വണ്ടിയിട്ട്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ മൈലേജ് വല്ലാതെ കൺസിഡർ ചെയ്യാത്ത ആളുകൾ, അപ്പൊ ഞാൻ പറയുന്ന ഒരു 10-14 ഹൈവേയിലേ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് സാധാരണ റോഡിലൊക്കെ ഒരു 10-11-12 ആ ഒരു 10-11-12 റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടികളും പെട്രോൾ വണ്ടികളും ഇപ്പൊ അൾട്ടോ വരെ ശരിക്കും എനിക്ക് തോന്നുന്നു
ഒരു നമ്മൾ പ്രാക്ടിക്കലി വെച്ച് നോക്കുകയാണെങ്കിൽ 15-16 മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി, അതേമാതിരി ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി, പിന്നെ അക്കാലത്ത് പാവപ്പെട്ടവന്റെ ബെൻസ് എന്നറിയപ്പെടുന്ന ഒരു വണ്ടിയായിരുന്നത്. കാരണം എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സ് വണ്ടി കൊടുത്തിട്ടുണ്ട്. അതേമാതിരി പിന്നെ നാവിഗേഷൻ സിസ്റ്റങ്ങളും ടച്ച് സ്ക്രീനും ഒന്നും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സിസ്റ്റവും ഈ വണ്ടിയിലുണ്ട്. ആദ്യമായിട്ട് ബ്ലൂ ആൻഡ് മീ സിസ്റ്റം കൊണ്ടുവന്നത്, ബ്ലൂ ആൻഡ് മീ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് പെയർ സിസ്റ്റം കൊണ്ടുവന്ന് ഫിയറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ബ്ലൂ 5 എന്ന് പറഞ്ഞ് ടാറ്റ കൊണ്ടുവരുന്നത്. ഇപ്പൊ എല്ലാ വണ്ടിയിലും കോമൺ ആയി. ഇത് ടി-ജെറ്റ് പ്ലസിൽ വരുന്ന വണ്ടിയാണ്. ടി-ജെറ്റ് പിന്നെ ബേസ് മോഡലിൽ കിട്ടാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് പ്ലസ് സെയിം ആണ്, ഫീച്ചേഴ്സ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. 2 എയർ ബാഗാണ് വരുന്നത്. പക്ഷെ ഇതിനൊന്നും എന്റെ അഭിപ്രായത്തിൽ എയർ ബാഗിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇടിച്ചു കഴിഞ്ഞാൽ അല്ലാന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇടിച്ചു കഴിഞ്ഞാൽ അത്രക്കും സേഫ്റ്റിയാണ്. ഉള്ളിലേക്കായിട്ട് ആകാതെ എത്തൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് എയർ ബാഗ് കൊണ്ട് പ്രൊട്ടക്ഷൻ തരുമെങ്കിലും കൂടി. അപ്പൊ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ വരുന്നത്. അതെ, മെട്രോ മൈലേജ് കൂട്ടാൻ വേണ്ടി ലൈറ്റ് വെയിറ്റും കുറെ 5, 6, 7, 8 എയർ ബാഗ് കൊടുക്കും. ശരിക്കും നമ്മൾ നെക്കിക്കൊല്ലുന്ന അറിയാം എയർ ബാഗിന്റെ സിസ്റ്റം വെച്ച് നോക്കുമ്പോ. ഇപ്പൊ ചെറുങ്ങ തട്ടിയാൽ വരെ എയർ ബാഗ് പുറത്തേറുന്ന സിസ്റ്റമാണ്. അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും കൂടെ ഇപ്പൊ ഏതൊരു റോഡിൽ വെച്ച് ഇതിന്റെ ബാക്കിന് ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ? അത് ബാക്കിൽ സസ്പെൻഷന്റെ ആ ഒരു മൗണ്ട് പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പം വല്ലാതെ ഓടിക്കാറില്ല എങ്കിലും കൂടി പിന്നെ പാർട്സിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എല്ലാവരും ഇതിന്റെ നെഗറ്റീവ്സ് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ സ്ക്രീന് പോവും, പിന്നെ ഡിസ്പ്ലേ പോണ പ്രശ്നമുണ്ട്. അത് എനിക്കുണ്ടായിരുന്നു. ആ ഡിസ്പ്ലേ പിന്നെ മങ്ങിപ്പോണ പ്രശ്നം. അത് നമ്മൾ അതിന്റെ പോളറൈസ് അയച്ച് മാറ്റുകയാണ് ചെയ്ത്. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അത് മങ്ങിപ്പോണ സമയത്ത് തന്നെ അയച്ചൊന്ന് പോളറൈസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് യോജിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തത്. അവിടെ പെട്ടെന്ന് പൊള്ളച്ചുകായിട്ട് ഇത് ചൂടോ കാര്യങ്ങളോ. അപ്പൊ കുറച്ച് ഷീറ്റാണ് മുകളിൽ, ആ ഷീറ്റിന്റെ ചൂട് സഹിക്ക വയ്യാതെ സാധനം മുഴുവൻ പൊള്ളച്ചു വന്നു. പിന്നെ യാത്രാസുഖം പറയുകയാണെങ്കിൽ യാത്രാസുഖം നല്ല യാത്രാസുഖമാണ്. എത്ര ലോങ് ഓടിച്ചാലും ഇനിയിപ്പോ ഇതില് നമ്മൾ പിന്നെ എന്താ പറയാ യാത്ര ചെയ്താലും മടുക്കാത്തൊരു വണ്ടിയാണ്. ബാക്ക് സീറ്റ് ആണ്, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് ബാക്ക് സീറ്റ് നല്ല ഇഷ്ടമായിട്ട് എനിക്ക്. ഫ്രണ്ട് സീറ്റ് അത്ര തന്നെ എനിക്കായിട്ട് കംഫർട്ടായി തോന്നുന്നില്ല എങ്കിലും കൂടെ, പക്ഷെ ബാക്ക് സീറ്റ് ഒക്കെ നല്ല കംഫർട്ടായിട്ട് തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ വലിയൊരു നല്ലൊരു വെയിറ്റ് ഉള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലാണ് ഈ വണ്ടിയിൽ. ഇപ്പൊ ഉള്ള വണ്ടികൾ സെഡാനൊക്കെ ഒരു എന്താ ഒരു പാറി പോണ ഒരു ഫീലാണല്ലോ ഡ്രൈവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോങ് യാത്ര ചെയ്താൽ വോമിറ്റിങ് ആ ഒരു പ്രശ്നമേ ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. അപ്പം യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്ന പ്രശ്നം പല ആളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം ഈ വണ്ടിയിൽ ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ കണ്ടിട്ടില്ല. വോമിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിൽ കയറി കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് എത്ര യാത്ര ചെയ്താലും. അത് ഇതിന്റെ വണ്ടിയുടെ വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് വെയിറ്റ് കുറയുമ്പോഴാണുള്ളൊരു വേറൊരു ഫീൽ ഉണ്ടാവും വണ്ടിക്ക്. അപ്പൊ ഇത്രയാണ് ഫിയറ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഡ്രൈവിംഗ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പൊ എവിടെ കിട്ടിയാലും വണ്ടി എടുത്ത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. പിന്നെ മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ പാർട്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ജീപ്പാണ് ഇപ്പൊ ചെയ്യുന്നത്. പാർട്സുകളൊക്കെ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ടെർബോന്റെ കാര്യങ്ങൾ കുറച്ച് ഒരു വില കൂടിയ ടെർബോ ആണ് ഇതിൽ വരുന്നത്. അതേമാതിരി ഒരു ഓൾട്ടർനേറ്റർ ആണെങ്കിലും കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. പിന്നെ AC കംപ്രസറും കുറച്ച് സാധാ വണ്ടിയേക്കാളും കുറച്ച് വില കൂടിയ 3 പാർട്സുകളാണ്. അപ്പൊ ഞാനത് റീപ്ലേസ് ചെയ്താണ് ഈ അടുത്ത്. AC കംപ്രസർ കുറച്ച് വില കൂടിയ ടൈപ്പാണ്. AC കംപ്രസർ, ഓൾട്ടർനേറ്റർ, അതേമാതിരി മറ്റേ ടെർബോ ഒക്കെ കുറച്ച് ഒരു എക്സ്പെൻസീവ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പം നമ്മളെ അപാരത്തിന്റെ സെയിം സാധനം പാർട്സ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പൊ അത് കുറച്ച് വില കൂടുതലാണ്. ടെർബോ കാര്യങ്ങൾ വണ്ടി എടുക്കണമെങ്കിൽ ടെർബോ നോക്കുക. അതേമാതിരി AC കംപ്രസർ നോക്കുക. AC കംപ്രസറിന്റെ അതിന്റെ എന്താ വെച്ചാൽ നമ്മൾ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി AC ഇട്ടോ ഇല്ലെന്ന് നമുക്ക് ഏതൊരു ക്ലച്ച് പിടിക്കുന്ന സൗണ്ട് ഒക്കെ അതൊന്നും ഉണ്ടാവില്ല. അപ്പം ക്ലച്ച് സിസ്റ്റം അല്ല ഇതിന് AC വരുന്നത്, അഡ്വാൻസ് സിസ്റ്റം ആണ്.
അപ്പം AC നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി അറിയുന്നല്ല AC ഓൺ ആണോ, ആ സ്വിച്ച് ഓൺ ആയി അതിന്റെ എയർ വരുമ്പോഴേ AC ഓൺ ആയെന്ന് അറിയുള്ളൂ. അല്ലാതെ AC ഇട്ട് വെച്ച് വണ്ടിക്ക് യാതൊരു എഫക്റ്റും പിന്നെ പെർഫോമൻസിൽ ഫീൽ ചെയ്യാറില്ല. പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻസ് വരാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇതിൽ എനിക്ക് കംപ്ലൈൻസ് വന്നിട്ടുള്ള ഇതാണ്. പിന്നെ കംപ്രസർ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതുമാതിരി കംപ്രസർ കറക്റ്റ് രീതിയിൽ നമ്മളെ ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് ഓയിലൊക്കെ ഇട്ടിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുക, കറക്റ്റ് ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുക. പിന്നെ അതേമാതിരി പിന്നെ ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റർ മാറ്റി റീപ്ലേസ് ചെയ്താണ്. പിന്നെ ഈ രണ്ട് സംഗതികളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ടെർബോ ലീക്ക് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ നോക്കുക. ടെർബോ കുറച്ച് നല്ല വിലയുള്ള ടെർബോ ആണ് ഇതിന് വരുന്നത്. അപ്പൊ അതൊക്കെ പിന്നെ സർവീസ് എടുക്കാവുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പൊ ടിജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും കിട്ടുകയാണ് ധൈര്യമായിട്ട്, അതായത് എന്തോസിയാസ്റ്റ് കൂടുതലും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ടിജറ്റ്. കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ കുറച്ചൊരു മൈലേജ് നമുക്ക് പിന്നെ പ്രശ്നമെല്ലാം തോന്നുന്ന ആളുകൾക്ക്, മൈലേജ് ഇല്ലാന്ന് പറയില്ല, ഹൈവേയിൽ 14-15 കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റിനാണെങ്കിൽ 10 പ്രതീക്ഷിക്കുക, അതിന്റെ കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത് പറയാമല്ലോ. നമുക്ക് വെറുതെ ഇല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. 10 കിലോമീറ്റർ മൈലേജ് 9-10 സിറ്റിയിൽ കിട്ടുള്ളൂ. അതല്ല ഹൈവേയിലാണ് 14-15 വരെ മൈലേജ് സുഖമായിട്ട് കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു സ്പോർട്ട് വണ്ടി എന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 1.6 ആദ്യമായിട്ട് ഒരു ഹോട്ട് ഹാച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഫിയറ്റ് ആണ്. 1600 cc 100 bhp ആയിട്ട് കൊണ്ടുവന്ന ഒരു വണ്ടി. വാല്യൂ 1.6 എന്ന് പറഞ്ഞ ഹോട്ട് ഹാച്ച് വണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം എസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ സൈൻ ചെയ്ത ലിമിറ്റഡ് എഡിഷൻ വണ്ടി 500 വണ്ടി ഇന്ത്യയിൽ ഇറക്കിയിരുന്നു. പിന്നെ അതിനുശേഷം വന്ന് 2007 1.6 പാലിയോ 1.6 സ്റ്റൈൽ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങി. പിന്നെ അതിനുശേഷമാണ് ഇവര് പിന്നെ 1400 cc ഈ ഒരു 111 bhp ആവും 114 bhp ആയിട്ട് ഈ ഒരു വണ്ടി ഇറക്കുന്നത്. അപ്പൊ അന്നൊന്നും ഇങ്ങനത്തെ ഇത്രയും പവറുള്ള ഒരു വണ്ടിയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ 1.6 1600 cc 100 bhp എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി അന്ന് കേട്ടുകേൾവി പോലും ഇല്ല ഇന്ത്യയിൽ. നമുക്കൊന്നും കേട്ടുകേൾവി ഇല്ലാത്തൊരു കാലത്താണ്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാരു പിന്നെ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ബാലൻസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബ്രേക്കിംഗ് ഫിയറ്റ് എസ്റ്റൻഡോ കേട്ടോ. അത് ABS ഒന്നും വേണ്ട അതിന്. അത് ബ്രേക്ക് ചെയ്ത് അത്രയും ഒരു ബാലൻസ് ആയിട്ടാണ് ബ്രേക്കിംഗ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം വണ്ടിന്റെ കട്ടിന്റെ എന്താന്നുള്ളത്. അപ്പൊ ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ സ്പെയർ പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ എന്തോസിയാസ്റ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്സിന്റെ കാര്യം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ആ വണ്ടി ഉപയോഗിക്കുന്നില്ല. ഞാൻ 10 വർഷം മുമ്പേ കൊടുത്ത് ഒഴിവാക്കിയതാണ് വണ്ടി. പക്ഷെ ഇപ്പൊ 9 വർഷമായിട്ട് വീണ്ടും ഞാൻ ഫിയറ്റിലേക്ക് തന്നെ വേണം. പല വണ്ടികളും ഉപയോഗിച്ചിട്ടെങ്കിൽ ഫിയറ്റ് തന്നെ വേണം എന്നുള്ള രീതിയിൽ ഇവിടെ കേരളത്തിൽ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇവിടെ 1.6 അല്ല ഈ ഒരു ടിജറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ട് ബോംബെയിൽ പോയി എടുത്ത വണ്ടിയാണിത്. മഹാരാഷ്ട്രയിൽ പോയി എടുത്ത വണ്ടിയാണ്. 9 വർഷമായിട്ട് 9 വർഷം മുന്നേ എടുത്താണ്. അപ്പൊ ഇപ്പോഴും ഞാൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് കൊടുത്ത് ഒഴിവാക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു വണ്ടിയാണ് എനിക്ക്. നമ്മളെ മുമ്പേ ഫിയറ്റ് ഇറങ്ങിയ കാലഘട്ടം മുതലേ ഫിയറ്റ് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് തന്നെ വേറൊരു വണ്ടിയിലേക്ക് ഓടിക്കാൻ നമ്മൾ പോകുമ്പോൾ അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. നമുക്കൊരു എന്താ പറയാ ഒരു കൊച്ചു കുട്ടികളെ കൊണ്ടെടുക്കാൻ പറ്റിയ സാർ അത്രയും കൺട്രോൾ ആയിട്ട് പിന്നെ കൈ നിൽക്കുന്ന ഒരു വണ്ടിയാണിത്. എന്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കമന്റ് എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. ഫിയറ്റ് ഉപയോഗിക്കുന്ന ഒരിക്കലും ഫിയറ്റിനെ കുറ്റം പറയില്ല. പിന്നെ അതിന്റെ എന്തോ ഒരു ഭാഗ്യദോഷം സർവീസിന്റെ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും ഭാഗ്യദോഷം. പിന്നെ ആദ്യം ഉണ്ടായിട്ടുള്ള ഫിയറ്റിനുണ്ടായിട്ടുള്ള ഒരുപാട് ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് കാലത്തിന് മുന്നേ പറഞ്ഞ ഒരുപാട് ടെക്നോളജി, അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ടെക്നോളജികളും പിന്നെ നമ്മുടെ മെക്കാനിക്സിന്റെ പിന്നെ ആ കാലത്തുണ്ടായിരുന്ന വിദഗ്ധരായ മെക്കാനിക്സിന്റെ അഭാവവും പിന്നെ ഇതിന്റെ സർവീസ് നെറ്റ്വർക്കിന്റെ ഒരു പോരായ്മയൊക്കെയാണ് ഫിയറ്റ് ഇന്ത്യയിൽ പരാജയപ്പെടാനുള്ള കാരണമാണ്. ഫിയറ്റിന് വണ്ടി ഉണ്ടാക്കാൻ അറിയില്ല, വിൽക്കാൻ അറിയില്ല എന്നാണ് പറയാ. നല്ല നല്ല വണ്ടി അവരുണ്ടാക്കും. അപ്പൊ അവർ എഞ്ചിൻ തന്നെയാണല്ലോ ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള മൾട്ടിജെറ്റ് എഞ്ചിൻ. അപ്പൊ അവരെ വണ്ടിയിലേക്ക് അത് ഫിറ്റ് ചെയ്തപ്പോൾ ആ വണ്ടി അവർ വാങ്ങിച്ചില്ലല്ലോ. പിന്നെ ഫിയറ്റ് പൂണ്ടോ ആണ് പിന്നെയും ആളുകൾ സക്സസ് ആയിട്ട് പാലിയോ 1.3 മൾട്ടിജെറ്റ് ആണ് ആദ്യമായിട്ട് വരുന്നത്. 2007 വന്നിട്ടുള്ള വണ്ടിയൊന്നും അധികം ക്ലിക്കായിട്ടില്ല. അതൊക്കെ നല്ല മൈലേജ് ഉണ്ട്. 20-25 കിലോമീറ്റർ മൈലേജ് ആ സമയത്ത് എനിക്കൊന്ന് 20-25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട് പാലിയോ 1.3 മൾട്ടിജെറ്റ്. അപ്പൊ ആ സ്വന്തം പിന്നെ വണ്ടിയിലേക്ക് സ്വന്തം എഞ്ചിൻ ഫിറ്റ് ചെയ്തപ്പോൾ ആളുകൾക്ക് വേണ്ട, അത് മാരുതി മറ്റുള്ള കാര്യം കൊടുത്തപ്പോൾ ആളുകൾ സ്വീകരിച്ചു. അതാണ് എന്റെ വാസ്തവം. അപ്പൊ സർവീസിന്റെയാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ ഫിയറ്റിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വില കൂടുതലായിരുന്നു. ഫിയറ്റിന്റെ പാർട്സുകൾ അതങ്ങനെയാണല്ലോ. ഫിയറ്റിന്റെ പാർട്സ് ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് പിന്നെ അന്ന് മുമ്പേ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും
ഒക്കെയാണ് കൂടുതലായിട്ട് ഫിയറ്റ് ഉപയോഗിക്കുന്നത്. അവരിപ്പം അന്നും ഫിയറ്റ് വളരെ റയറായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ കീപ്പ് ചെയ്യുന്നവർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതും സെലക്റ്റീവായിട്ട് നല്ല വണ്ടി ഫിയറ്റ് കൊണ്ടോ, ഫിയറ്റ് ലിനിയ മൾട്ടിജെറ്റ്. പക്ഷെ ഫിയറ്റ് ലിനിയ മൾട്ടിജെറ്റ് കുറച്ച് അണ്ടർ പവേർഡ് ആണ്. കാരണം അത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിക്ക് ഒരു 1.3 എഞ്ചിനും വെച്ചിട്ട് 85 BHP ഒരു അണ്ടർ പവേർഡ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ല വണ്ടിയാണ്, പക്ഷെ അണ്ടർ പവേർഡ് ആണ്. അതുകൊണ്ട് ആ ഒരു വണ്ടിക്ക് വേണ്ട വെയിറ്റിനനുസരിച്ചുള്ള ഒരു പവർ അതിനുള്ള ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ഉപയോഗിച്ചിരുന്ന വണ്ടി, കുറച്ചല്ല കുറെ കാലം ഉപയോഗിച്ചിരുന്നു മൾട്ടിജെറ്റ് വണ്ടി. പക്ഷെ മൈലേജും ഏകദേശം കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു 14, 16 ഒക്കെ അതിന്റെ മൈലേജ് ശരിക്കും പ്രാക്ടിക്കലി കിട്ടുള്ളൂ. പല ആളുകളും 17, 18, 20 ഒക്കെ പറയും, വണ്ടി വിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ എനിക്ക് പ്രാക്ടിക്കലി അത് പിന്നെ 1.3 മൾട്ടിജെറ്റ് ആണെങ്കിലും പിന്നെ അതുമാതിരി തന്നെ ലാസ്റ്റ് ടൈം ഉപയോഗിച്ചിട്ട് 2015 ഏറ്റവും പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള ലിനിയ ഫേസ് ലിഫ്റ്റ് വണ്ടി വന്നിരുന്നു. അതും എനിക്ക് ഹൈവേയില് ഒരു 14, 15, 16 കൂടുതൽ മൈലേജ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഡ്രൈവിംഗ് പ്രഷർ കിട്ടുക എന്ന് പറഞ്ഞാൽ ടീജറ്റ് ആണ്. അതെനിക്ക് 14 ഹൈവേ കിട്ടുകയാണ് എനിക്ക് നല്ലത് തന്നെയാണല്ലോ. കാരണം മെയിൻ്റെനൻസ് ഡീസലിന്റെ ആ ഒരു മെയിൻ്റെനൻസ് ഒരു എക്സ്ട്രാ ഓറെ തന്നെയാണല്ലോ വരുന്നത്. അത് കുറച്ച് നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ ഒരു 10 ദിവസം 15 ദിവസം വണ്ടി നിർത്തിയിട്ട് ഞാൻ എടുക്കണമെങ്കിൽ വണ്ടി വലിക്കില്ല. കുറച്ച് ഓടി പോയിട്ട് വേണം ആ ഒരു EGR ഒക്കെ ഒന്ന് ക്ലീൻ ആയി പോകൊക്കെ ഒന്ന് പുറത്തേക്ക് പോയതിനു ശേഷം മാത്രമേ വണ്ടി വലിക്കാതെ നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു മൈനസ് ഉണ്ടായിരുന്നു മൾട്ടിജെറ്റിൽ. അപ്പൊ ഇതിന് അങ്ങനത്തെ ഒരു വിഷയമല്ല. ഞാനിപ്പോ ഒരു 2 വർഷം 2.5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാറുണ്ട് വണ്ടി. സ്റ്റാർട്ട് പോലും ചെയ്തിട്ടാണ് ഈ വണ്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിന്റെ ശേഷമാണ് വണ്ടി പിന്നെ രണ്ടാമത് റോഡിലേക്ക് ഇറക്കിയത് തന്നെ. അപ്പൊ അത്രക്കും എനിക്കൊരു വിശ്വാസമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.